ഹലോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ കപ്പ എല്ലിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. 1 കിലോ കപ്പയും 1/2 കിലോ എല്ലുമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കപ്പ കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് അത് തിളയ്ക്കാൻ വയ്ക്കുക. ഒരു 2 വിസിൽ വരെ വെച്ചാൽ മതിയാവും അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. കപ്പ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് എല്ലിന് ഉള്ളത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച്, ഞാനിവിടെ കുക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്, 2 സവോള അരിഞ്ഞതിടുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു 12 വെളുത്തുള്ളിയും ഒരു 1/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും അരച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല ഒരു 3 സ്പൂൺ, മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ, അതിനുശേഷം മുളക് പൊടി ഒരു 3/4 സ്പൂൺ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇടുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. പിന്നെ ഈ തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ അതിനുശേഷം അതിലേക്ക് ഈ എല്ലും അതിനാവശ്യമുള്ള ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി അരപ്പെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ എല്ലിൽ നിന്നും ഇറച്ചിയിൽ നിന്നും കുറച്ച് വെള്ളം ഓൾറെഡി വരുന്നതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ചൂടായതിന് ശേഷം ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചിട്ട് വേണം കുക്കർ അടച്ച് വെച്ച് വിസിൽ വരാൻ വേണ്ടി വയ്ക്കാൻ. ചൂടായതിന് ശേഷം ഞാൻ വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മളിവിടെ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അരമുറി തേങ്ങ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ചിരണ്ടി എടുത്തതിന് ശേഷം അത് ഈ ചട്ടി ചൂടായ ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അത് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു ഏലക്ക ഒരു കഷ്ണം, പിന്നെ ഒരു കുഞ്ഞു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് തേങ്ങ നന്നായി വറുത്ത ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. നമ്മുടെ ഇറച്ചി ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തിളയ്ക്കാൻ വെച്ചത്. നമ്മുടെ വെന്ത കപ്പ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായി ഒന്ന് പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അരപ്പും വെച്ച് കൊടുത്തിട്ട് അരപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരപ്പും പരത്തി കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആവി കയറുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു തവി കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ചപ്പാത്തിയുടെ കോലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കപ്പ നന്നായി ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.